അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 1 തിങ്കളാഴ്ച. കേരളത്തെ മികച്ച വിദ്യാഭ്യാസ കേന്ദ്രമാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കുട്ടികളുടെ കഴിവുകൾ അധ്യാപകരും രക്ഷിതാക്കളും പരസ്പരം പങ്കുവയ്ക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. പട്ടം GSS സ്കൂളിൽ സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 1 മുതൽ 12 വരെ ക്ലാസുകളിലായി 42 ലക്ഷത്തോളം കുട്ടികളാണ് സ്കൂളിലേക്ക് എത്തിയത്. മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റിന്റെ അന്വേഷണത്തിനെതിരായ CMRLന്റെ ഹർജിയിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വെള്ളിയാഴ്ച വിധി പ്രസ്താവിക്കും. അതുവരെ തുടർ നടപടികൾ പാടില്ലെന്ന് EDക്ക് കോടതി നിർദ്ദേശം നൽകി. ഹർജിക്കാർക്ക് മാത്രമാണ് ഇത് ബാധകമാകുക. വീണ വിജയൻ അടക്കം അപ്പീലിൽ കക്ഷിയല്ലാത്തവർക്കെതിരെ നടപടി തുടരാം. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് വെർച്വൽ ക്യൂ സംവിധാനം വരുന്നു. ഹൈക്കോടതിയുടെ നിർദ്ദേശം പാലിച്ചാണ് വെർച്വൽ ക്യൂ നടപ്പിലാക്കുന്നതെന്ന് ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ്. ദേവസ്വം ആവിഷ്കരിച്ച ഫേസ് ആപ്പ് സംവിധാനം നടപ്പാക്കുന്നതിന് മുന്നോടിയായാണ് വെർച്വൽ ക്യൂ ഒരുക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ 2 പോലീസുകാർ തന്നെ മർദ്ദിച്ചെന്ന് AKG സെന്ററിലെയും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെയും ഡ്രൈവർ അനൂപ് DGPക്ക് പരാതി നൽകി. റെയിൽവേ സ്റ്റേഷനിൽ പിണറായി വിജയനെ ഇറക്കിയ ശേഷം പാർക്കിംഗ് സംബന്ധിച്ച് തർക്കമുണ്ടായി. ഇതിനിടെ പോലീസുകാർ മർദ്ദിച്ചെന്ന് ഡ്രൈവറുടെ പരാതിയിൽ പറയുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ മട്ടന്നൂർ ഷുഹൈബ് വധക്കേസിന്റെ വിചാരണ കോടതി മാറ്റണമെന്ന പ്രതികളുടെ ഹർജി തലശ്ശേരി സെഷൻസ് കോടതി തള്ളി. തലശ്ശേരി 3ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിലാണ് വിചാരണ നടക്കുന്നത്. ഇതോടെ നാളെ ഇതേ കോടതിയിൽ വിചാരണ തുടരും. ആഴ്ചയിൽ ഒരു ദിവസം കളർ ഡ്രസ് എന്ന ആശയം ആകർഷകമാണെന്നും നടപ്പാക്കാൻ ശ്രമിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ പറഞ്ഞു. ബാക്ക് ബെഞ്ച് രീതി ഒഴിവാക്കും. ആർത്തവ അവധി പോസിറ്റീവായി കാണണം. ആർത്തവ ദിവസങ്ങളിൽ കടുത്ത ശാരീരിക പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് അവധി പ്രയോജനപ്പെടുത്താം. ആദ്യമായി വിദ്യാലയങ്ങളിലേക്ക് പ്രവേശിച്ച 3 ലക്ഷം കുട്ടികൾക്ക് നന്മകൾ നേരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന ബജറ്റ് ജൂൺ 19. ബജറ്റിന് മുന്നോടിയായി ധനകാര്യ വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി VD സതീശൻ വിവിധ വിഭാഗങ്ങളുടെ നേതാക്കളുമായി ചർച്ച നടത്തി. വിവിധ വകുപ്പുകളുടെ നിർദ്ദേശങ്ങളും ധനവകുപ്പ് പരിശോധിച്ചു വരികയാണ്. നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ ചലച്ചിത്ര മേഖലയിലെ സംഘടനാ പ്രതിനിധികളുടെ യോഗം സാംസ്കാരിക മന്ത്രി PC വിഷ്ണുനാഥ് വിളിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ നാഷണൽ ഹെൽത്ത് മിഷനിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെ സേവന കാലാവധി വെട്ടിച്ചുരുക്കി സർക്കാർ. 1 വർഷത്തേക്ക് പുതുക്കാനുള്ള കാലാവധി 3 മാസമായി ചുരുക്കിയെന്നാണ് വിവരം. ആഭ്യന്തരമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ആലപ്പുഴ കാർത്തികപ്പള്ളിയിൽ SFI പ്രവർത്തകരെ കരുതൽ തടങ്കലിലാക്കി. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്താണ് നടപടിയെന്ന് പോലീസ്. പ്രവേശനോത്സവത്തിന് മിഠായി വിതരണം ചെയ്യാൻ എത്തിയവരെയാണ് കരുതൽ തടങ്കലിൽ ആക്കിയത്. സംസ്ഥാനത്ത് ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കാലവർഷം കേരളത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള അനുകൂല സാഹചര്യമാണെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം നഗരത്തിൽ വെള്ളക്കെട്ടുണ്ടാകാനുള്ള കാരണം പരിശോധിച്ച് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മന്ത്രി മോൻസ് ജോസഫ് ജലസേചന വകുപ്പ് ചീഫ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകി. പ്രശ്നം പരിശോധിക്കാൻ നാളെ ഉന്നതതല യോഗം ചേരും. കാട്ടാന ആക്രമണം പരിശോധിക്കാൻ വാഴച്ചാലിൽ എത്തിയ വനം മന്ത്രിയുടെ വാഹനവ്യൂഹത്തിന്റെ വഴിമുടക്കി കാട്ടാന. തൃശൂർ വാഴച്ചാലിനടുത്ത് ചാർപ്പയിലാണ് കാട്ടാന വഴിമുടക്കിയത്.
വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് ആനയെ തുരത്തിയ ശേഷമാണ് മന്ത്രിയും സംഘവും യാത്ര പുനരാരംഭിച്ചത്. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മോഹനന്റെ വീട് മന്ത്രി സന്ദർശിച്ചു. CPM-ൽ നിന്ന് പുറത്താക്കിയ PK ശശിയുടെ പാർട്ടിയായ DMF CMPയിൽ ലയിക്കുകയോ ഒരുമിച്ചു നിൽക്കുകയോ ചെയ്തേക്കും. ഇത് സംബന്ധിച്ച ചർച്ചകൾ അവസാന ഘട്ടത്തിലാണെന്ന് PK ശശി പറഞ്ഞു. മന്ത്രി CP ജോൺ പങ്കെടുക്കുന്ന യോഗം ഉടൻ പാലക്കാട് ചേരും. ആലപ്പുഴയിൽ നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ പ്രതികളായ ഗൺമാൻമാർ ഒളിവിലെന്ന് പ്രത്യേക അന്വേഷണ സംഘം. 5 പേരുടെയും മൊബൈൽ ഫോണുകൾ സ്വിച്ച്ഡ് ഓഫ് ആണ്. വധശ്രമം അടക്കമുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയതോടെ ആലപ്പുഴ ജില്ലാ കോടതി വളപ്പിൽ നിന്നാണ് പ്രതികൾ ഒളിവിൽ പോയത്. നടി അൻസിബ ഹസനെയും തന്നെയും പോലീസ് സ്റ്റേഷനിൽ 3 മണിക്കൂർ പിടിച്ചിരുത്തി എന്ന അൻസിബയുടെ വാദം തെറ്റാണെന്ന് ലക്ഷ്മിപ്രിയ. ഇതുമായി ബന്ധപ്പെട്ട് അന്ന് നടന്ന കാര്യങ്ങളുടെ ഡിജിറ്റൽ തെളിവുകൾ പോലീസിന് കൈമാറിയിട്ടുണ്ടെന്നും ലക്ഷ്മിപ്രിയ പറഞ്ഞു. തിരുവനന്തപുരം നെടുമങ്ങാട് പനവൂരിലെ 1.5 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ പ്രതികളായ അമ്മ അഖിലയെയും രണ്ടാനച്ഛൻ അഷ്കറിനെയും നെടുമങ്ങാട് സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. അഷ്കറിനെതിരെ കൊലക്കുറ്റം ചുമത്തി. തോട്ടപ്പള്ളി സ്പിൽവേ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കുട്ടനാട് MLA റെജി ചെറിയാനുമായുള്ള വാക്പോരിൽ അയഞ്ഞ് അമ്പലപ്പുഴ MLA G സുധാകരൻ. ആരെയും വ്യക്തി അധിക്ഷേപം നടത്തിയിട്ടില്ലെന്നും വിഷയത്തിൽ കൂടുതലൊന്നും പ്രതികരിക്കാനില്ലെന്നും G സുധാകരൻ വ്യക്തമാക്കി. അപകടത്തിൽ മരിച്ച കണ്ണൂർ സ്വദേശിയായ 23-കാരനായ MK അർജുന്റെ ഹൃദയം ഉൾപ്പെടെയുള്ള അവയവങ്ങൾ 4 പേർക്ക് പുതുജീവനേകും. മലപ്പുറം സ്വദേശിയായ 48-കാരനാണ് അർജുന്റെ ഹൃദയം മാറ്റിവെക്കുന്നത്. CBSE പുനർമൂല്യനിർണയത്തിന് അപേക്ഷ നൽകാനുള്ള സൈറ്റിൽ വീണ്ടും തകരാർ. വെബ്സൈറ്റ് ഉച്ചവരെ പ്രവർത്തനക്ഷമമായില്ല. നീറ്റ് CBSE പരീക്ഷകളിലെ പിഴവുകളിൽ പാർലമെന്ററി സമിതി ഇന്നും മൊഴി രേഖപ്പെടുത്തും. CBSEയിൽ വൻ സുരക്ഷാ വീഴ്ചയുണ്ടായെന്നും ആരോപണം ഉയർന്നു. പോളിമർ പ്ലാസ്റ്റിക് നോട്ടുകൾ പുറത്തിറക്കാനുള്ള നീക്കവുമായി റിസർവ് ബാങ്ക്. കൂടുതൽ വിനിമയം ചെയ്യപ്പെടുന്നതും പെട്ടെന്ന് കേടുപാടുകൾ സംഭവിക്കുന്നതുമായ 10-20 രൂപ നോട്ടുകളാകും ആദ്യഘട്ടത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പോളിമർ രൂപത്തിൽ പുറത്തിറക്കുക. വേശ്യാവൃത്തി നിരോധിക്കാനോ ക്രിമിനൽ കുറ്റമാക്കാനോ അല്ല 1956-ലെ ഇമ്മോറൽ ട്രാഫിക് ആക്ട് എന്ന് സുപ്രീം കോടതി. വേശ്യാവൃത്തിയുടെ വാണിജ്യവൽക്കരണം തടയാനാണ് നിയമം. വേശ്യാവൃത്തിയിൽ ഇടപെടുന്നവരെ ശിക്ഷിക്കാനല്ല. കുറ്റവാളികളെ ശിക്ഷിക്കാനാണ് നിയമം കൊണ്ടുവന്നതെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേണി ഡാൻഡ്രോക്വറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി ഏറ്റുവാങ്ങിയ തൃണമൂൽ കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിലേക്ക് 4-1 പേർ പോലും എത്തിയില്ല. ഇതോടെ യോഗം റദ്ദാക്കി. ജയിച്ച 80 പേരിൽ 20ഓളം പേർ മാത്രമാണ് യോഗത്തിനെത്തിയത്. ഇതോടെ മമതാ ബാനർജി ക്യാമ്പ് കടുത്ത ആശങ്കയിലാണ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ ചർച്ച വീണ്ടും സജീവമാക്കാൻ BJP. മണ്ഡല പുനർനിർണയ ബില്ല് വീണ്ടും കൊണ്ടുവരാനും ആലോചന. ഈ വിഷയങ്ങളിൽ DMK-യുമായി സർക്കാർ അനൌദ്യോഗിക ചർച്ചകൾ നടത്തുന്നതായി റിപ്പോർട്ട് പുറത്തുവന്നു. സുപ്രീം കോടതിയിലേക്ക് 5 പുതിയ ജഡ്ജിമാരെ രാഷ്ട്രപതി നിയമിച്ചു. ചീഫ് ജസ്റ്റിസുമായി നടത്തിയ ഔദ്യോഗിക കൂടിയാലോചനകൾക്ക് ശേഷമാണ് നിയമനങ്ങൾ പൂർത്തിയാക്കിയത്. വോട്ടർമാർക്ക് നന്ദി പറയാൻ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് ഇന്ന് തിരുച്ചിറപ്പള്ളിയിൽ എത്തും. വൈകിട്ട് 4-ന് തിരുച്ചിറപ്പള്ളി സെന്റ് ജോസഫ് കോളേജിൽ നടക്കുന്ന പൊതുയോഗത്തിൽ പ്രസംഗിക്കും. QR കോഡ് പതിപ്പിച്ച പ്രവേശന പാസുള്ള 5000 പേർക്കാണ് പ്രവേശനം. കർണാടകയിലെ ഹുബ്ബള്ളിയിൽ വിദ്യാർത്ഥികൾക്ക് കാവിഷോളുകൾ വിതരണം ചെയ്ത് ശ്രീറാം സേന. കോളേജിലേക്ക് പോയ കുട്ടികൾക്കാണ് കാവിഷോളുകൾ നൽകിയത്. ഇന്ത്യൻ പ്രദേശങ്ങൾ നേപ്പാൾ കയ്യേറിയെന്ന നേപ്പാൾ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന വിവാദത്തിൽ. അതിർത്തി തർക്കം നിലനിൽക്കുന്ന കാലാപനിയെക്കുറിച്ച് ചോദ്യമുയർന്നപ്പോഴാണ് പ്രധാനമന്ത്രി ബലേന്ദ്ര ഷാ പാർലമെന്റിൽ ഇങ്ങനെ പറഞ്ഞത്. ഇതോടെ ഏതൊക്കെ സ്ഥലങ്ങൾ കയ്യേറിയെന്ന് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം ബഹളം വെച്ചു. ലിപുലേഖ്, ലിംപിയാധുര, കാലാപാനി തുടങ്ങിയ പ്രദേശങ്ങളിൽ അതിർത്തി തർക്കം ഇപ്പോഴുമുണ്ട്.
ഇറാന്റെ തെക്കൻ ഹോർമുസ്ഗാൻ പ്രവിശ്യയിലുള്ള സിരിക് ദ്വീപിൽ ടെലികമ്മ്യൂണിക്കേഷൻ ടവർ അമേരിക്കൻ സേന തകർത്തു. തൊട്ടുപിറകെ അമേരിക്കയുടെ എയർബേസ് തകർത്തെന്ന് ഇറാൻ അവകാശപ്പെട്ടു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ രാജിവെക്കുമെന്ന അഭ്യൂഹം തള്ളി അദ്ദേഹത്തിന്റെ ഓഫീസ്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് പെസഷ്കിയാൻ രാജിവെക്കുന്നു എന്നായിരുന്നു റിപ്പോർട്ടുകൾ. ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ PSG ടീം ജയിച്ചതിന്റെ ആഘോഷം പാരീസിലും സമീപ പ്രദേശങ്ങളിലും അക്രമാസക്തമായി. 780 പേർ അറസ്റ്റിലായി. ഇതിനിടെയുണ്ടായ റോഡപകടത്തിൽ ഒരാൾ മരിച്ചു. IPL ഫൈനലിൽ പരാജയപ്പെട്ട് ഹോട്ടലിലേക്ക് മടങ്ങുകയായിരുന്ന ഗുജറാത്ത് ടൈറ്റൻസ് ടീം സഞ്ചരിച്ച ബസിന് തീപിടിച്ചു. ബസിൽ തീയും പുകയും കണ്ട് ടീം അംഗങ്ങൾ പുറത്തിറങ്ങിയതിനാൽ ആർക്കും പരിക്കുണ്ടായില്ല. IPL 2026 സീസണിലെ അവാർഡുകൾ ഒന്നടങ്കം രാജസ്ഥാൻ റോയൽസിന്റെ വൈഭവ് സൂര്യവംശി തൂത്തുവാരി. ടൂർണമെന്റിലെ മികച്ച താരം, എമർജിംഗ് പ്ലെയർ, കൂടുതൽ റൺസ് നേടിയ താരത്തിനുള്ള ഓറഞ്ച് ക്യാപ്പ്, സൂപ്പർ സ്ട്രൈക്കർ, കൂടുതൽ സിക്സ് എന്നീ പുരസ്കാരങ്ങളാണ് 15-കാരനായ സൂര്യവംശി സ്വന്തമാക്കിയത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽത്തുമ്പിൽ.